السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു ത്വാഹയിലെ 111 ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. ബാക്കിയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. പരലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവസാനത്തെ ആയത്തിലുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ, ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ മുഖങ്ങളും കീഴൊതുങ്ങും. അവിടെ തിന്മ വഹിച്ചു കൊണ്ടുവന്നവൻ, ദുൽമ് ചെയ്തവൻ അവിടെ നഷ്ടകാരിയായി തീരും. ഇതാണ് അവസാനം നമ്മൾ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയാണ് ശേഷമുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا فتعالى الله الملك الحق فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه ولا تعجل بالقرآن من قبل أن يقضى إليك وحيه ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما وقل رب زدني علما
ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വമൻ യഅമൽ, വമൻ യഅമൽ എന്ന് പറഞ്ഞൊരു ഇദ്ഹാർ ചെയ്യരുത്. അവിടെ മടിച്ചിട്ട് പിന്നെ വമൻ യഅമൽ നൂനെ ഒരിക്കലും വെളിവാക്കാൻ പാടില്ല. വമൻ യഅമൽ മിനസ്സാലിഹ്, യഅമൽ എന്നവിടെ മണിക്കാൻ പാടില്ല. യഅമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിനു, മുഅ്മിനു എന്നവിടെ കുറച്ച് പഠിച്ചിട്ടോ. അതാണ് വഹുവ മുഅ്മിനു ഫലാ യഖാഫു ളുൽമൻ വലാ ഹദ്മ. ഹദ് ളാദ് സ്വാദ് ളാദിന് സുക്കൂനാണ്, ഹദ്മ. അതേപോലെ തന്നെ വകദാലിക അൻസൽനാഹു, അൻസൽന എന്ന് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല. അൻസൽനാഹു ഖുർആനൻ, റാക്ക് സുക്കൂനാണ്. ഖുർആനൻ അറബിയ്യ, ഖുർആനൻ അറബിയൻ. അവിടെ ഖുർആനൻ എന്നുള്ള ഇദ്ഹാർ ചെയ്യണം. കാരണം ഇദ്ഹാറിൻ്റെ അക്ഷരം ഐനാണ് തൻവീന് ശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ ഖുർആനൻ റാക്ക് സുക്കൂനാണ്. ഖുർആനൻ അറബിയ്യൻ വസറഫ്ന, സറഫ്ന എന്നല്ല സ്വാദാണ്. സറഫ്ന ഫീഹി മിനൽ വഈദ്, നിർത്തുകയാണെങ്കിൽ മിനൽ വഈദ് എന്ന് പറഞ്ഞിട്ട് ദാലിന് സുക്കൂൻ കൊടുത്ത് നിർത്തണം. കാരണം ഹുറൂഫുൽ ഖൽഖലാണ്. നിർത്തുന്നില്ലെങ്കിൽ മിനൽ വഈദി ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റ. ദിക്റ മുമ്പ് പറഞ്ഞ കാഫിന് സുക്കൂൻ വന്ന ദിക്റ എന്നാണ് പറയേണ്ടത്. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്, ഹഖ് എന്നുള്ള ആ ഹുറൂഫുൽ ഖൽഖലാണ്. അതുകൊണ്ട് തന്നെ ഹഖ് എന്നാണ് നിർത്തേണ്ടത്. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്. ഇനി അതല്ല കൂട്ടിയതാണെങ്കിൽ ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജൽ, ഹഖ് എന്നാണ്, ഹഖ്. വലാ തഅജൽ ബിൽ ഖുർആൻ, വലാ തഅജൽ ഐന ആണ് ജീമാണ്. ഫലാ തഅജൽ ബിൽ ഖുർആൻ മിൻ ഖബ്ലി, മിൻ ഖബ്ലി എന്നല്ല മിൻ ഖബ്ലി, ബാക്ക് സുക്കൂനാണ്. ബാ ഏത് അക്ഷരത്തിൽപ്പെട്ടാണ്? ഹുറൂഫുൽ ഖൽഖല. ഹുറൂഫുൽ ഖൽഖല എത്ര ഉണ്ട്? ഖുതുബുജ്ജദ് മറക്കാൻ പാടില്ല കേട്ടോ. മിൻ ഖബ്ലി, മിൻ ഖബ്ലി എന്നാണ്. പിന്നെ ഐ യുഖ്ല, ഐ യുഖ് അവിടെ ഖാഫിനും ബാ ഹുറൂഫുൽ ഖൽഖ, അതുപോലെ തന്നെ ഖാഫും ഹുറൂഫുൽ ഖൽഖ. ഐ യുഖ്ല ഇലൈക, അവിടെ ളാദിന് ശേഷം മദ് നീട്ടണം. യുഖ്ല ഇലൈക വഹ്യു, കാരണം മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. അപ്പോൾ ഐ യുഖ്ല ഒരു 6 അക്ഷരമെങ്കിലും നീട്ടണം അവിടെ. ഐ യുഖ്ല ഇലൈക വഹ്യു. പിന്നെ വഖുർ റബ്ബി, വഖുർ റബ്ബി, വഖുൽ റബ്ബി എന്ന് പറയരുത്. വഖുർ റബ്ബി സിദ്, സിദ്നി, സിദ് ദാല് ഹുറൂഫുൽ ഖൽഖലാണ്. സിദ്നി ഇൽമ, ഇൽമ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ളുൽമ. ളുൽമ് വഹിച്ചവൻ അവൻ ഖാബ. ഖാബ എന്ന് പറഞ്ഞാൽ നമ്മൾ നശിച്ചിരിക്കുന്നു എന്നർത്ഥം. ഖാബ എന്ന് പറഞ്ഞാൽ നശിച്ചു എന്നർത്ഥം. ഇനി വിശുദ്ധ ഖുർആന്റെ ശൈലിയാണ്, ഒരു തിന്മയെ സംബന്ധിച്ച് പറഞ്ഞാൽ ശേഷം നന്മയെ പറ്റി പറയും, സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ നരകത്തെ പറ്റി പറയും, നല്ല മനുഷ്യന്മാരെ പറ്റി പറഞ്ഞാൽ ചീത്ത മനുഷ്യന്മാരെ പറ്റി പറയും, ചീത്ത മനുഷ്യന്മാരെ പറ്റി പറഞ്ഞാൽ നല്ലവരെ പറ്റി പറയും. ഇത് ഖുർആന്റെ ശൈലിയാണ്. അപ്പോൾ ഇവിടെ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ്, ദുൽമ ചെയ്ത ആളുകളെ സംബന്ധിച്ചാണ് വഖദ് ഖാബ മൻ ഹമല ദുൽമ. തൊട്ടുടനെ പറഞ്ഞു വമൻ യഅമൽ, വമൻ ആരെങ്കിലും, ഒരുത്തൻ. അതാണാകാം പെണ്ണാകാം. മൗസൂലയുടെ മൻ എന്നാണ് പറയുക. അതായത് ആണുങ്ങൾക്കും പ്രയോഗിക്കും പെണ്ണുങ്ങൾക്കും പ്രയോഗിക്കും. പക്ഷെ സാധാരണയായിക്കൊണ്ട് പിന്നെ യഅമൽ എന്ന് പറയുമ്പോൾ പുരുഷ ലിംഗമാണ്. പക്ഷേ ആണും പെണ്ണും ഒരുമിച്ച് പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പുല്ലിംഗമാണ് എന്ത് ചെയ്യുക, സാധാരണ അറബി ഭാഷയിൽ പ്രയോഗിക്കുക. അത് ഖുർആൻ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ നിയമമല്ല, കാലങ്ങളായി അറബി ഭാഷയിലുള്ള നിയമം അങ്ങനെയാണ്. ചില ആൾക്കാർ പറയും ഖുർആനിൽ പെണ്ണുങ്ങൾക്ക് പ്രാധാന്യമില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളിടത്തൊക്കെ ആണുങ്ങളെ പറ്റിയാണ്. ആണുങ്ങളെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞില്ല. അവിടെ ആണും പെണ്ണും ഉണ്ടാകുമ്പം ആരെയാണ് പരാമർശിക്കുക?
പിന്നെ പുല്ലിംഗമായിട്ടാണ് പരാമർശിക്കുക. അത് പെണ്ണുങ്ങൾ അവഗണിച്ചുകൊണ്ടല്ല. കാരണം അങ്ങനെയാണ് സാധാരണ അറബി ഭാഷയിൽ പ്രയോഗിച്ചു വരാറുള്ളത്. അതുകൊണ്ടാണ് വമൻ യഅമൽ, ആരെങ്കിലും, യഅമൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ പ്രവർത്തിക്കുക എന്നർത്ഥം. പക്ഷെ അവിടെ ഉദ്ദേശിച്ചവരാണ് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും. വമൻ യഅമൽ, ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. എന്താ പ്രവർത്തിക്കുന്നത്? മിനസ്സാലിഹാത്ത്, സ്വാലിഹാത്തുകളിൽ നിന്ന്, നന്മകളിൽ നിന്ന് ആരെങ്കിലും പ്രവർത്തിച്ചാൽ. അപ്പോൾ ഒരു അമല് സ്വാലിഹാകണമെങ്കിൽ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു അമല് സ്വാലിഹാകണമെങ്കിൽ അതിന് 2 നിബന്ധനകൾ ആവശ്യമുണ്ട്. എപ്പോഴാണ് ഒരു അമല് സ്വാലിഹാകുക? ഒന്ന് ഇഖ്ലാസ്. ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്കളങ്കമായി കീഴടങ്ങുക എന്ന് പറഞ്ഞ ഉദ്ദേശം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകണം ആ പ്രവർത്തനം. റിയാ പാടില്ല, ശിർക്ക് പാടില്ല. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന് ശിർക്ക് വരാൻ പാടില്ല. ശിർക്ക് ഉണ്ടായാൽ അതിലെന്തുണ്ടാവില്ല? ഇഖ്ലാസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തുൽ ഇഖ്ലാസ്. തൗഹീദ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. നമ്മളാൾക്കാർ പറയും, പിന്നെ ചില ആൾക്കാരൊക്കെ ഓൻ്റെ ഇഖ്ലാസ് കൊണ്ട് ചിലപ്പോൾ അള്ളാഹുവിന് കൂലിയെടുത്തു. അങ്ങനെ കൂലിയൊന്നും കിട്ടില്ല. ഇഖ്ലാസ് കൊണ്ട് കൂലിട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ശബരിമല സീസണിലും മറ്റൊക്കെ ഓലെ ഇഖ്ലാസ് നോക്കി എന്താണ് ചെരുപ്പിടാതെ നമ്മളാ കൗമൊക്കെ പിന്നെ പുതച്ചു മൂടി കിടന്നിറങ്ങുന്ന സമയത്തൊക്കെ ചെരുപ്പിടാതെ കുപ്പായം കൂടി ശരിക്ക് ധരിക്കാതെ അമ്പലത്തേക്ക് പോകണം, അവിടെ പൊട്ടി തന്നു കുറിയുന്നു, കുളിക്കണ്, പോണ് അല്ലേ? എങ്ങോട്ട് അതിൻ്റെയൊക്കെ മുമ്പിൽ ആ ജാറത്തിൻ്റെ മറ്റിൻ്റെയൊക്കെ വിഗ്രഹത്തിന് മുമ്പ് നിൽക്കണ അതിന് ഇഖ്ലാസ് എന്നറിയില്ല. ഇഖ്ലാസ് ഉണ്ടായാലപ്പോഴാച്ച തൗഹീദ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? ഇസ്ലാമിക പ്രകാരമുള്ള ഇഖ്ലാസ് ഉണ്ടാവും. അപ്പം ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ശിർക്ക് പാടില്ല. ആ ശിർക്ക് ഇത് വലിയ ശിർക്കാണ്, അക്ബറായ ശിർക്ക് പാടില്ല. ഇനി ചെറിയ ശിർക്കുണ്ട്, അതാണ് അസ്ഗറായ ശിർക്ക്. ചെറിയ ശിർക്ക് റിയാ, മറ്റുള്ളവൻ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുക, അത് ശിർക്കാണ്. അപ്പം ശിർക്കില്ലാത്ത ഇബാദത്തായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇഖ്ലാസ് അത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ആരാധനയായിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ നിബന്ധന എന്താണ്? ഇത്തിബാ വേണം. ഇത് രണ്ടുണ്ടെങ്കിലേ ഒരു അമൽ എന്താവുള്ളൂ? സ്വാലിഹാവുള്ളൂ. അല്ലാതെ നമ്മളാണ്ട് കുറേ ആണ് ചെയ്തുകൊണ്ട് അമലാണ്ട് ചെയ്തോട്ടെ അതൊന്നും അമൽ സ്വാലിഹാത്താവില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് എന്താ പറയുക? ആണ്ട് ചെയ്തൂടെടാ, നമസ്കാരം, നോമ്പ്, സിക്ർ ആണ് ചെയ്തൂടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ് ചെയ്തൂടി എന്ന് പറഞ്ഞ് അല്ല. വുളു എടുക്കുമ്പോൾ നബി പറഞ്ഞു, മൻ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, എൻ്റെ ഈ വുളു പോലെ വുളു എടുത്തണം. നിസ്കാരത്തെ പറ്റി പറഞ്ഞു സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഹജ്ജിനെ പറ്റി പറഞ്ഞു ഖുദു അന്നി മനാസിക്കക്കും. എല്ലാം നബി പഠിപ്പിച്ചതുപോലെ എന്ത് ചെയ്യണം? അപ്പോൾ അതാണ് ഇത്തിബാ വേണം, ഇഖ്ലാസ് വേണം. അപ്പോഴെന്തുണ്ടാവുള്ളൂ? ഒരു അമല് സ്വാലിഹാകുള്ളൂ. അപ്പം ഇങ്ങനെ സ്വാലിഹായ പ്രവർത്തനം അവൻ ചെയ്യുന്നു. ഏതവസ്ഥയിൽ? വഹുവ മുഅ്മിനുൻ, അവൻ ആരാണ്? മുഅ്മിനാകണം. അപ്പം ചില ആളുകൾ ചോദിക്കും, നന്മ ചെയ്താൽ പോരെ? ഇപ്പോൾ ഗാന്ധിജിയൊക്കെ ഇല്ലാത്ത സ്വർഗത്ത് ഇപ്പം എങ്ങനെ നമ്മൾ പോവുക? അത്ര നല്ല മനുഷ്യനെ അല്ലേ? അള്ളാഹ് ഷർത്ത് വെച്ചെന്താ അവിടെ അമല് സാലിഹായ അമലും നമ്മളെ ഭാഷയിൽ ഒരുപാട് സാലിഹായ അമല് ചെയ്ത് കൂട്ടിക്കോളി. ഇനിയിപ്പോൾ ഒരാൾ ബോധവിശ്വാസി ഒന്നുമില്ല, അയാൾ ഒരു വിശ്വാസമില്ല, അയാൾ ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്തു, കാര്യമുണ്ടോ? വഹുവ മുഅ്മിനുൻ, അവനാരായിരിക്കണം? മുഅ്മിനായിരിക്കണം. മുഅ്മിനാകണ ഒന്നാമത്തെ ഷർത്ത് എന്താ? അള്ളാഹുവിൻ്റെ റസൂലും ഈ പരലോകത്തിലൊക്കെ വിശ്വസിക്കണ്ടേ? പരലോകത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ അള്ളാഹിൻ്റെ അടുക്കൽ കൂലി ലഭിക്കുകയും ചെയ്യണം എന്ന വിശ്വാസത്തിൽ അമൽ സാലിഹാത്ത് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹ് കൂലി കൊടുക്കുള്ളൂ. ഓനൊരു ഇഷ്ടത്തിന് അങ്ങനെ ചെയ്തവന് അള്ളാഹ് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് കൂലി കിട്ടണം എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ എന്തിട്ടുള്ളൂ? അതുകൊണ്ട് വഹുവ മുഅ്മിനുൻ. അപ്പോൾ മുഅ്മിനായിക്കൊണ്ട് അമലു സ്വാലിഹാത്തുകൾ ചെയ്യുക ഒരു മനുഷ്യൻ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും, 2 നിബന്ധനയാണെന്ന് പറഞ്ഞു. ഒന്ന് ഈമാനും വേണം, രണ്ടാമത്തെ എന്താണ്? അമലു സ്വാലിഹാത്തും വേണം. ഈ അഹ്ലുസുന്നൻ്റെ വിശ്വാസം എന്താ വെച്ചാൽ അമലുകൾ ഈമാനിൻ്റെ ഭാഗമാണ്. ഹനഫികൾക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ. അതായത് ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈമാനും വേണം, അതുപോലെ തന്നെ
അമലു സ്വാലിഹാത്തുമാണ്. അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ അവന് അവസരം കിട്ടാത്തത് വേറെ വിഷയം. ചിലപ്പോൾ ഒരു മനുഷ്യൻ ഇപ്പം മുസ്ലിമായി അടുത്ത നിസ്കാരത്തെ സമയം അല്ലെങ്കിൽ അടുത്തൊരു അമൽ ചെയ്യുന്നതിന് മുമ്പാണ് മരണപ്പെട്ടു പോയി. അയാളെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഒരു അമലുകൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അയാളത് ചെയ്യണം. അതാണ് ഇസ്ലാമിൻ്റെ. അപ്പം ഈമാൻ്റെ ഭാഗം തന്നെയാണെന്ത്? അമല്. മനസ്സിലായില്ലേ? ഈമാൻ്റെ ഭാഗമാണ് അമൽ. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താ വെച്ചാൽ അൽ ഈമാനു യസീദു വയൻഖുസ്. എങ്ങനെ അൽ ഈമാനു യസീദ് എങ്ങനെ ഉണ്ടാകുക? അൽ ഈമാനു യസീദു ബിത്താഅ. അള്ളാഹുവിന് താഅത്ത് ചെയ്യുമ്പോഴാണ് ഈമാൻ എന്ത് ചെയ്യുക? കൂടുക. വയൻഖുസ്, ഈമാൻ എന്ത് ചെയ്യും? കുറയും. എങ്ങനെ? ബിൽ മഅസിയ. തെറ്റ് ചെയ്യുമ്പോൾ ഈമാൻ അതിൻ്റെ ശരാശരി ഇങ്ങനെ കുറഞ്ഞു. ഈ നന്മകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈമാൻ കൂടി. അത് അഹ്ലുസുന്ന. അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ ഏറ്റക്കുറച്ചിലിന് കാരണം എന്താണ്? അമലാണ്. ഒരു വശം നന്മയാകാം, അതൊരമലാണ്. തിന്മയാണെങ്കിൽ അതും അതുകൊണ്ടാണ് ഫമൻ യഅമൽ മിസ്കാല ദറത്ത് എന്ന് പറഞ്ഞാൽ വമൻ യഅമൽ മിസ്കാല ദറത്ത് എന്നവിടെ ഷർറിനെ പറ്റിയും പറഞ്ഞപ്പോൾ രണ്ട് അമലാണ്. അപ്പോൾ അവിടെ വമൻ യഅമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിനുൻ. അപ്പോൾ മുഅ്മിനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് അമൽ സ്വാലിഹാത്തുകൾ ചെയ്താൽ ഫലാ യഖാഫു, അവൻ ഭയപ്പെടുകയില്ല. അപ്പം അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഭയപ്പാടുണ്ടാവുകയില്ല. എത്തുമ്പോൾ മാത്രമല്ല, ഒരു മനുഷ്യൻ ശരിക്ക് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നത് മുതൽക്കാണല്ലോ അവൻ്റെ ഖിയാമത്തിന് ആരംഭിക്കണത്. ഒരു മനുഷ്യൻ്റെ മരണത്തോടു കൂടിയാണ് അവൻ്റെ ബർസഖ് ആരംഭിക്കണത്. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ അവൻ്റെ ഖിയാമത്ത് നാളും അവൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പം അതുകൊണ്ട് തന്നെ ഫലാ യഖാഫു, മരണത്തിൻ്റെ സന്ദർഭം മുതൽ പിന്നീട് അവന് ഭയം ഉണ്ടാവില്ല. ഖബറിലാണെങ്കിലും മഹ്ശറിലാണെങ്കിലും ഹിസാബിൻ്റെ സന്ദർഭത്തിലാണെങ്കിലും ഒന്നും ഫലാ യഖാഫു, അവന് ഭയപ്പാടുണ്ടാവുകയില്ല, ഖൗഫ് ഉണ്ടാവുകയില്ല. എന്ത് ഭയപ്പാടുണ്ടാവുകയില്ല? ളുൽമൻ വലാ ഹളുമ, അവൻ ആക്രമിക്കപ്പെടുമെന്നോ അതല്ലെങ്കിൽ അവൻ്റെ നന്മയിൽ നിന്ന് എന്തെങ്കിലും കുറവ് വരുത്തുമെന്നോ ഒരിക്കലും അവന് പേടിയുണ്ടാവില്ല. ളുൽമ് കൊണ്ട് ഉദ്ദേശം, ളുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? അക്രമം. ഹളുമ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഷാപരമായ അർത്ഥം എന്താ പറയുക? ഹളുമ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ദഹിക്കണേനെ പറയാം. ഹളുമ താം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ദഹിച്ചു പോണേനെ പറയാം. അപ്പം നമ്മുടെ ഒരു പ്രവർത്തനം, ഒരമൽ നമ്മൾ ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ ആകെ ദഹിച്ചോ ഇല്ലാതായി പോണ അവസ്ഥ, അതെന്തുണ്ടാവില്ല. നമ്മളൊരു അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമൽ എന്തുണ്ടാവും? അവിടെ അള്ളാഹിൻ്റെ അടുക്കൽ ഉണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് കൊടുത്ത വിശദീകരണത്തിൽ അത് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, ഇവിടെ ഹളുമും പിന്നെ അതിന് ഉദ്ദേശം അദ്ദേഹം പറഞ്ഞത് കാണാം തഫ്സീറിൽ. പിന്നെ യഅനി ലാ യഖാഫ് അൻ യുസാദ അലൈഹി ഫി സയ്യിആതി, അതാണ് ദുൽമ്. ദുൽമുൻ വലാ ഹളും എന്നുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ തഫ്സീറാണ്. അദ്ദേഹം പറയാൻ ലാ യഖാഫ്, അവന് പേടിണ്ടാവില്ല, അൻ യുസാദ അലൈഹി ഫി സയ്യിആതി, അവൻ്റെ തിന്മയിൽ അവൻ ചെയ്യാത്ത ഒന്നും അവൻ്റെ അക്കൗണ്ടിലേക്ക് വരിക. ദുൽമല്ലേ? ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് എന്ത് ചെയ്യുക? എന്നെ ശിക്ഷിക്കുക. അതെന്താണ്? ദുൽമൻ. അത് പരലോകത്ത് എന്തുണ്ടാവില്ല? ഉണ്ടാവില്ല. വലാ ഹളുമ എന്ന് പറഞ്ഞാൽ വലാ യുൻഖസു മിൻ ഹസനാത്തിഹി, അവൻ്റെ നന്മയിൽ നിന്ന് എന്ത് ചെയ്യുക? കുറച്ച് പിന്നെ കുറവ് വരുത്തുകയും ചെയ്യുക. ഒരു മനുഷ്യൻ ചെയ്ത നന്മകളിൽ നിന്ന് കുറവ് വരുത്താതാണ് ഹളുമ് എന്ന് പറഞ്ഞാൽ. ഇനി നഖസ് ചെയ്യുക, കട്ട് ചെയ്യുക. ദുൽമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുൽമ അവന് ഭയപ്പെടുകേണ്ടി വരികയില്ല എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാത്തൊരു തിന്മ അവൻ്റെ പേരിൽ എന്ത് ചെയ്യുക? വെക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ചില തിന്മകൾക്കും നന്മകൾക്കും കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പേറേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു തിന്മയുടെ കാരണക്കാരൻ നമ്മളാണ്, പക്ഷെ ആ തിന്മ നമ്മൾ ചെയ്തിട്ടില്ല. ആ തിന്മ ചെയ്യാനുള്ള കാരണക്കാരൻ നമ്മളാണെങ്കിൽ അതിൻ്റെ തെറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേറേണ്ടി വരും. ഇപ്പം ഏതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ഭൂമിയിൽ നടക്കുന്ന കൊലപാതകങ്ങളോടെല്ലാം ഒരു ഓരി എന്തുണ്ടാവും? മൂപ്പർക്കുണ്ടാവും. കാരണം അതാണ് മൂപ്പരെ തുടങ്ങി വെച്ച ആൾ.
അപ്പോൾ നബിദിനാഘോഷം എന്ന ബിദഅത്ത് തുടങ്ങിച്ചൊരു ആളുണ്ടാവുമല്ലോ, അയാൾക്കെന്തുണ്ടാവും? ഈ ബിദഅത്തിൻ്റെ എല്ലാ കുറ്റവും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എല്ലാ നന്മകളുടെയും ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയും നമ്മൾ പഠിപ്പിച്ചാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ലോകത്ത് ഏതൊരു മനുഷ്യൻ ഏത് നന്മ ചെയ്താലും അതിൻ്റെ ഓഹരി ആർക്ക് കിട്ടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് വലാ യഖാഫു ദുൽമൻ വലാ ഹദ്മ എന്ന് പറഞ്ഞതിന് ഉദ്ദേശം, ആ മനുഷ്യൻ ചെയ്ത, ഒരു വിശ്വാസിയാണെങ്കിൽ ആ മനുഷ്യൻ ചെയ്ത നന്മയിൽ നിന്ന് ഒന്നും തന്നെ അള്ളാഹു അവന് നഷ്ടപ്പെടുത്തുകയില്ല. അതായത് ഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ, വിശുദ്ധ ഖുർആനിൽ കാണാം. മുഹ്സിനുകളായ ആളുകളുടെ അജ്ർ ഒരിക്കലും അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല. അതേപോലെ തന്നെ അവർ ചെയ്യാത്ത കുറ്റത്തിന് അള്ളാഹു എന്ത് ചെയ്യൂല? അവരെ ശിക്ഷിക്കുകയും ഇല്ല. അതാണ് ലാ യഖാഫു ദുൽമൻ വലാ ഹദ്മ. ഹദ്മ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിച്ചു പോകുന്നത്. ഇവിടെ ദഹിക്കൽ ഉദ്ദേശം നഖസ്യ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവുക. അതായത് അവൻ ചെയ്ത നന്മകളൊന്നും അവിടെ ഇപ്പോൾ കാണില്ല, പക്ഷെ അത് ഉണ്ടാകാം. എങ്ങനെ ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പിന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ നിങ്ങൾ ലാ തുബ്തിലു അഅമാലക്കും. സൂറത്ത് മുഹമ്മദിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടുത്താൻ പാടില്ല. അമൽ നഷ്ടപ്പെടുത്തി പോകുന്ന ഒന്ന് ശിർക്കാണ്. രണ്ടാമത്തത് എടുത്തു പറയുക, ഞാൻ എനിക്കത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, ഞാനതൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഓനത് ചെയ്ത് തൊടുത്ത് ചെയ്തു, എന്ത് ചെയ്യുക? ആ ഒരു മന്ന് ഉണ്ടല്ലോ, അതായത് എടുത്തു പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? മറ്റുള്ളവനെ അതുകൊണ്ട് ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ടോ നിങ്ങളുടെ സദഖകൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഈ പിന്നെ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതല്ലാതെ അള്ളാഹു ആയിട്ട് എന്ത് ചെയ്യൂല? ഒരു മനുഷ്യൻ്റെ നന്മ നഷ്ടപ്പെടുത്തുകയില്ല. നേരെ മറിച്ച് നഷ്ടപ്പെടാൻ കാരണക്കാരവനാണെങ്കിൽ അത് നഷ്ടപ്പെടും. ഒരു തിന്മ ഇങ്ങോട്ട് കിട്ടാൻ കാരണക്കാരവനാണെങ്കിൽ അതുണ്ടാവും, പിന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് അത് വരും. അപ്പോൾ അതാണ് വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞ് നിർത്താൻ. ഇനി വേറൊരു വിഷയമാണ് അല്ലാഹു അവിടെ പറഞ്ഞത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇനി പറയാൻ പോണത്. അല്ലാഹു പറയും വകദാലിക, അപ്രകാരം തന്നെ, അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അതാ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആഹു എന്ന് പറഞ്ഞാൽ? ഖുർആനെ നാം ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖുർആനെ അപ്പോൾ അൻസല എന്ന് പറഞ്ഞാൽ ശരിക്കും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനെ പറ്റി പറയാം. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയതാണ് ഖുർആൻ. ഖുർആൻ്റെ ഭാഷ ഏതാണ്? അറബി ഭാഷയാണ്. അപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ ഈ യുക്തിയില്ലാത്ത ചില യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ, ഓര് പറയും ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അറബി, ആ മക്കത്തും മദീനത്തുള്ള 8 വട്ടത്തിലുള്ള ആൾക്കാർക്ക് ആളുകൾ ഖുർആൻ ഇറക്കി, അല്ലെങ്കിൽ എല്ലാ ഭാഷയിലും ഇറക്കേണ്ട ഓരോ എഡിഷന്. കാരണം അറബി അറിയാത്തവർക്ക് ഇപ്പം എന്താ കാട്ടുക? അതിൻ്റെ പരിഭാഷ വായിക്കണ്ടേ? അപ്പോൾ അറബി അള്ളാഹ് പറഞ്ഞതുപോലെ ആവില്ലല്ലോ എന്നൊക്കെ വിവരക്കേട് പറയുന്ന ആളുകളുണ്ടാകാം. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ ഖുർആനിൻ്റെ സന്ദേശം ഇനി ഏത് ഭാഷയിലാണെങ്കിലും ആ സന്ദേശം എത്തിക്കാനുള്ള സംവിധാനം അള്ളാഹ് എന്താക്കിയിട്ടുണ്ട്? ഇവിടെ ആക്കിയിട്ടുണ്ട്. അറബി ഭാഷയിലായിപ്പോയി ഖുർആൻ എന്നുള്ളത് കൊണ്ട് അറബി ഭാഷ എനിക്കറിയില്ല അല്ലെങ്കിൽ പഠിക്കാൻ സംവിധാനമില്ലെന്ന് ഈ കാലത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമ്മൾ ചിന്തിച്ചു നോക്കി. അന്നത്തേക്കാളൊക്കെ ജനസംഖ്യയും അതുപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പം അതിപ്പോൾ എനിക്ക് ഞാൻ അറബി ഭാഷ പഠിച്ചുണ്ടാക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് ഖുർആൻ അറിയില്ല എന്ന് പറയാം. അതിനാണ് ഈ ഖുർആൻ ക്ലാസ്സുകൾ. എല്ലാ ഭാഷകളിലും ഖുർആൻ്റെ പരിഭാഷകൾ എല്ലാം ഉണ്ട്. എന്താണ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒരു മനുഷ്യനും അറിയാതിരിക്കില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയെ തിരഞ്ഞെടുത്തതിന് വേറെ ചില കാരണങ്ങളുണ്ട്. അറബി ഭാഷ നമുക്കറിയാം സെമിറ്റിക് ഭാഷയാണ്. അറബി ഭാഷയ്ക്ക് മറ്റു ഭാഷകളിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അറബി ഭാഷൻ്റെ പ്രത്യേകതകൾ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാൻ കഴിയുമോ? പൂർണ്ണം എന്ന് പറഞ്ഞാൽ
അറബി ഭാഷയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈജാസ് എന്നതിന് പറയാം. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത ഈജാസ് എന്നതിന് പറയാം. ഈജാസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പദങ്ങൾ കൊണ്ട് വലിയ ആശയങ്ങൾ പറയാൻ അറബി ഭാഷയിൽ സാധിക്കും. അപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണം നോക്കി ഇപ്പം നിങ്ങൾ ഖുറാൻ പരിഭാഷ എടുത്ത് നോക്കിയാൽ മതി. ഖുറാൻ പരിഭാഷ, ഖുറാൻ്റെ ആ ആയത്ത് ചിലപ്പോൾ അര വരി ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൻ്റെ പരിഭാഷ 1.5 വരി ഉണ്ടാവും. മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ എന്തുണ്ടാവും? അപ്പോൾ ഈ 1.5 വരിയിൽ പറയേണ്ട ആശയം അര വരിയിൽ പറയാൻ എന്ത് ചെയ്യും? അറബി ഭാഷയിൽ സാധിക്കും. രണ്ടാമത്തെ ഒരു പ്രത്യേകത അറബി ഭാഷ എന്താ വെച്ചാൽ അറബി ഭാഷ വളരെ സഹിലാണ്. സഹിൽ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ സംസാരിക്കാൻ മനസ്സിലാക്കാനും പറ്റിയ ഭാഷയാണിത് അറബി ഭാഷ. മനസ്സിലായോ? അതായത് ഞാൻ മുമ്പോടെ പറഞ്ഞതാണ്, സാധാരണ വിശുദ്ധ ഖുർആൻ, അതായത് വിശുദ്ധ ഖുർആൻ എന്നാണല്ലോ അറബി ഭാഷയിലെ ഏറ്റവും വലിയ ക്ലാസിക്, ഏറ്റവും വലിയ കൃതി ഏതാണ്? ഖുർആനാണല്ലോ. ഒരു 800 പദം അറബി ഭാഷയിൽ പഠിച്ചാൽ അയാൾക്ക് ഖുർആൻ എന്ത് ചെയ്യാൻ കഴിയും? ഏകദേശമൊക്കെ ഒരു 80% മനസ്സിലാക്കാൻ കഴിയും. അറബി ഭാഷയിലെ ഏറ്റവും മുന്തിയ സാഹിത്യ ഗ്രന്ഥമായ ഖുർആനെ പറ്റിയവർ. എന്നാൽ ഒരു 800 പദം ഇംഗ്ലീഷ് പഠിച്ചിട്ട് നിങ്ങളൊരു അറബി ഇംഗ്ലീഷ് സാഹിത്യം തെളിന്ന് വായിച്ചു നോക്കിയാണ് ഒരു തേങ്ങ ഒന്നും തീരില്ല. കാരണം അത് അത്രയും താക്കീതേനെ പറയും, അതായത് കെട്ടിക്കൊടുക്കുള്ള ഭാഷയാണ് മറ്റു ഭാഷകൾ. അറബി ഭാഷ വളരെ സിമ്പിളാണ്. അത് അപ്പോൾ നമ്മൾ അറബി പഠിക്കാൻ എത്ര എളുപ്പമാണ്, അതിൽ അങ്ങോട്ട് ഫായില് മറ്റ് മർഫു ഇങ്ങോട്ട്. പക്ഷെ അത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഗ്രാമർ പഠിച്ചുകൊണ്ടല്ല ഒരു ഭാഷ പഠിക്കണ്ടേ. മനസ്സിലല്ലേ? ഇപ്പം നമ്മളൊക്കെ 4 വയസ്സായ 3 വയസ്സായ കുട്ടികളൊക്കെ സംസാരിക്കണില്ലേ? അവർക്ക് ഭാഷ തെറ്റുണ്ടോ? തെറ്റുണ്ടല്ലോ. ഉമ്മ ഇത് പേനയാകുന്നു എന്നവൻ പറയും, ചെറിയ കുട്ടി. അല്ലെങ്കിൽ ഉമ്മ എനിക്കൊരു പേന വേണം. അപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മാക്ക് പകരം ബാപ്പ എന്നോ പറയുന്നില്ല, ഉമ്മ തന്നെ പറയണുള്ളൂ. ഇത് എന്നുള്ളതിന് പകരം അത് എന്ന് പറയണില്ല, ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇസ്മു ഇഷാറ ഇത് എന്നുള്ളത് അടുത്തുള്ളതിന് ഇത് നിന്ന് നമ്മൾ നഹ്വൊന്നും പഠിപ്പിച്ചില്ലല്ലോ. നമ്മൾ ഭാഷ പഠിപ്പിച്ചോ, ഗ്രാമർ പഠിച്ചോ? സാധാരണ ഇപ്പോൾ ഖുർആൻ ഇറങ്ങിയ സന്ദർഭത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഇങ്ങനെ ഗ്രാമറിൻ്റെ പുസ്തകം ഇങ്ങനെ വായിച്ചിട്ടാണോ ഖുർആൻ മനസ്സിലാക്കി? അല്ല, അതൊരു ഭാഷ ഗ്രാമർ അല്ലെങ്കിൽ ഈ എന്താ പറയുക വ്യാകരണ നിയമങ്ങൾ അത് സ്വാഭാവികതയിൽ നിന്നുണ്ടായതാണ്. ചില ആൾക്കാർ ഖുർആനിൽ ഗ്രാമർ തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ഗ്രാമർ ഉണ്ടാക്കിയത് തന്നെ നോക്കിയിട്ടാണ്, ഖുർആൻ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഖലീൽ ബിൻ അഹമ്മദാണ് ഉണ്ടാക്കിയത്. മൂപ്പര് ഉണ്ടാക്കിയ എവിടെ നിന്നാണ്? ഖുർആൻ നോക്കിയിട്ട്. അത് ഖുർആനിൽ ഇല്ലാത്തത് അറബി ഭാഷൻ്റെ ഷീർ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണോ സംസാരിക്കണത് അതാണെന്ത് ഭാഷ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്താണോ മനുഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷ. അപ്പോൾ അറബി ഭാഷേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒന്ന് വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഭാഷയാണ്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് വേണ്ടി അന്ന് തിരഞ്ഞെടുത്ത ഭാഷ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അറബി എന്ന് പറയുന്നത് ഖുറൈശികളുടെ അറബിയാണ്. ഖുറൈശികളുടെ അറബി മറ്റു ഗോത്രക്കാരുടെ അറബിയേക്കാൾ കുറച്ച് മുന്തിയ ഭാഷയായിരുന്നു. അറബി ഇപ്പം നമുക്കറിയാം, മലയാളം തന്നെ എത്ര സ്ലാങ് ഉണ്ട്. ഇവിടെ നിന്നാണ് തൃശ്ശൂർക്കെത്തിയ പുള്ളിക്കാരനായി, കാസർഗോഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ പല അർത്ഥവും ഒരു പദത്തിന് തന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇത് ഇത്ര കേരളം നിറത്ര പോലെ ഒരു പെൻസിൽ കുറ്റിൻ്റെ വലിപ്പമുള്ള നാട്ടിലപ്പത്. അതേ സമയത്ത് അറബി ഭാഷയിൽ ഒരുപാട് ലഹജ വ്യത്യാസമുണ്ട്. അതിലേറ്റവും പ്യുവറായിട്ടുള്ള ഏറ്റവും എന്താ പറയുക സാഹിത്യ സമ്പുഷ്ടമായ ഒരു ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ്റെ ഈ ഇതാ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ അറബികളായിട്ടുള്ള ആളുകളൊക്കെ അവർ കുട്ടികൾ ജനിച്ചാൽ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള, അതായത് മറ്റുള്ളവരുമായി കൊണ്ട് കൂടുതൽ ഇടപഴകാത്ത ഗോത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? കുട്ടികളെ പാലൂട്ടാൻ വേണ്ടി ഏൽപ്പിക്കും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബനൂ സഈദ് ഗോത്രത്തിലാണ് ഹലീമ ആണല്ലോ പാലൂട്ടിയത്. അപ്പോൾ ആ ഗോത്രം എന്ന് പറഞ്ഞെങ്കിൽ മറ്റുള്ളവരുമായി കൊണ്ട് കൂടുതൽ ഇടപഴകാത്ത ഗോത്രമാണ്. അപ്പം എന്തുണ്ടാവും? ശുദ്ധമായ ഭാഷയായിരിക്കും.
അപ്പം നമ്മളിവിടെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ടില്ല, നോട്ടിക്കോളി നിങ്ങൾ. ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്നിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞ ഈ ബെഞ്ചും ഡെസ്കിനും ഈ കാറിനും ലോറിക്കൊക്കെ നമ്മൾ മലയാളം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരോട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് മലയാളം ഉണ്ടോ? ബോർഡ്, ചോക്ക്, മൈക്ക്, ലൈറ്റ്, ഫാന്, സ്വിച്ച്, ഇതൊക്കെ എന്താ? ഇതൊക്കെ എന്താ? നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ഭാഷ ഇല്ലാതായിപ്പോയി, നമ്മുടെ ഭാഷ ഇല്ലാതെയായിപ്പോയി. പക്ഷെ അറബി ഭാഷയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റു ഒരു ഭാഷയിൽ നിന്നും കടമെടുക്കേണ്ട ഒരു ദാരിദ്ര്യം എന്തിനില്ല? അറബി ഭാഷയ്ക്ക്. അത് അറബി ഭാഷയുടെ പ്രത്യേകത. ലോകത്ത് എല്ലാ ഉറുദു എടുത്തു നോക്കി നിങ്ങൾ. ഉറുദു ഏകദേശം 80% എന്താണ്? അറബിയാണ്. മനസ്സിലായില്ലേ? ഇനി ഹിന്ദിയിൽ നിന്നും പല പദങ്ങളും എന്താണ്? അറബി പദങ്ങളുണ്ട്. നമ്മൾ മലയാളത്തിൽ ഏതായാലും മലയാളത്തിൽ വക്കീൽ, അതുപോലെ തന്നെ മറ്റേത് ഒരുപാട് സംഗതി അറബി. അതേ സമയത്ത് അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇനി അത് ഏതെങ്കിലും ഒരു പദപ്പ് പിന്നെ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിന് എന്താ പറയുക? ഒന്നുമില്ലല്ലോ. പക്ഷെ അറബിയിൽ തന്നെ പറഞ്ഞിട്ട് ഹാസുന്നുണ്ട്. നമ്മൾ മൊബൈൽ ഫോണിന് മലയാളത്തിൽ എന്താ പറയുക? അതൊക്കെ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു പദം അവിടെ മറ്റുള്ളവരിൽ നിന്ന് കടെടുക്കല്ല. ഓരോ പദം എന്തിയാണ്? അറബി ഭാഷയിൽ അത്രയും സമ്പന്നമാണ് അറബി ഭാഷ. അതുകൊണ്ട് തന്നെ ആ സമ്പന്നമായ ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെടുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖുർആൻ ഇവിടെ പറഞ്ഞല്ലോ, വഖദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയൻ. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഏത് അറബി? 14 നൂറ്റാണ്ട് മുമ്പുള്ള അറബി ഭാഷ. 14 നൂറ്റാണ്ട് മുമ്പുള്ള അറബി ഭാഷ. ആ ഭാഷയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്നും ആ ഭാഷ സംസാരിക്കുകയും മനസ്സിലാക്കുകയും അത് പിന്നെ ഉൾക്കൊള്ളുകയും അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കോടാനുകോടി മനുഷ്യന്മാരിന്ന് ഭൂമിയിലുണ്ട്. ഏത് ഭാഷ? 14 നൂറ്റാണ്ട് മുമ്പുള്ള അറബി ഭാഷ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, മറ്റു തൗറാത്തും ഇഞ്ചീലും ഒക്കെ ഇറക്കപ്പെട്ട ഏത് ഭാഷയിലാണ്? ഹിബ്രു അറാമിക്കൊക്കെ ഭാഷയിലാണ്. പക്ഷെ ആ ഹിബ്രു അറാമിക്കോ സംസാരിക്കുന്ന ഒരു 100-ൽ അധികം ആൾക്കാരൊന്നും ഭൂമിയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. മാത്രമല്ല അതിൻ്റെ ഒറിജിനൽ ആ അസലിയായ ടെക്സ്റ്റ് ഇന്ന് ലഭ്യവും അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്നാലഹു നസൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനെ നാം ഇറക്കി അതിനെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ ആ ഖുർആൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഏത്? അറബി ഭാഷയുടെ കൂടി സംരക്ഷണം. അപ്പം അറബി ഇത് ഖുർആൻ്റെ ഭാഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പിന്നെ തഫ്സീറിലൊക്കെ കാണാൻ സ്വർഗത്തിലെ ഭാഷ അറബിയാണ്, അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള മലക്കുള്ള ഭാഷ അറബിയാണെന്നൊക്കെ. ഏതായിരുന്നാലും അള്ളാഹു സംസാരിച്ച ഭാഷ അറബിയാണ്. റസൂലുള്ളാഹിൻ്റെ ഭാഷയും അറബിയാണ്. അറബി റസൂൽ എന്താണ്? അറബി ഭാഷ സംസാരിച്ചാലാണ്. ഈ മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ അറബി എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള ശുദ്ധമായ അറബി ഭാഷയാണ്. അതാണ് വഖദാലിക അൻസൽനാഹു ഖുർആൻ അറബിയൻ. മാത്രമല്ല വേറെ സ്ഥലങ്ങളിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഈ ഖുർആൻ അറബി ഭാഷയിൽ ഇറക്കിയത് ആളുകൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ആളുകൾ കുറച്ചുകൂടി പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അറബി ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഇനി ഈ ഖുർആനിൽ എന്തൊക്കെയുള്ളത്? ഇപ്പോൾ ഭാഷയിൽ ഞാൻ പറയാം, അറബി ഭാഷ പഠിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പഠിക്കണം കേട്ടോ. കാരണം അറബി ഭാഷ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പിന്നെ NLP ഇതൊക്കെ വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ മാറിയല്ലോ. ഇപ്പം എന്താ വെച്ചാൽ അറബിയെ സംബന്ധിച്ചിടത്തോളം അറബി വിദേശ ഭാഷയാണ്. അപ്പോൾ ഒരു വിദേശ ഭാഷ പഠിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഏതായാലും ഇംഗ്ലീഷ് അയക്കാൻ അറബിയല്ല. അപ്പോൾ അറബി ഭാഷയെ നെക്കി ഇല്ലാതാക്കാനുള്ള പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ലോകത്തൊരു മനുഷ്യൻ, നമ്മൾ പണ്ട് ഇത് വാർത്താഹേ സുയന്ത എന്ന് മാത്രം കേൾക്കുന്ന സംസ്കൃതം ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുക? പിന്നെ നമ്മളൊക്കെ ആകെ കേട്ടിരുന്നെന്ന് വെച്ചാൽ പണ്ടൊക്കെ വാർത്ത കേൾക്കണേ 7:25 അത് കഴിഞ്ഞാൽ ഡൽഹി വാർത്ത കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതത്തിൽ വാർത്ത ഉണ്ട്. ലോകത്ത് ആർക്കെങ്കിലും തിരിയുണ്ടോ ഈ സംസ്കൃതം? ആലോചിച്ച് നോക്കി. ആ സംസ്കൃതത്തെ ഇവർ പോലും സംസാരിക്കണില്ല. ഏത് ഹിന്ദുക്കൾക്കോ ഏത് ഹൈന്ദവർക്കാണോ സംസ്കൃതം അറിയാം. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകൾ ഒരു ഭാഷയായ അറബിയെ അത് മുസ്ലിമീങ്ങളുടെ ഭാഷയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ലോകത്തെ ഏറ്റവും വലിയ പൊട്ടത്തല്ല. അറബി ഭാഷ മുസ്ലിങ്ങളുടെ ഭാഷ അല്ല. കാരണം റസൂൽ വരുമ്പോൾ അബൂജഹൽ എന്താ സംസാരിച്ച്? അറബിയല്ലേ.
ഇന്ന് ലോകത്ത് ജൂതം ഫലസ്തീനിലും അതുപോലെ തന്നെ മറ്റിടത്തൊക്കെയുള്ള ക്രിസ്ത്യാനികൾ സംസാരിക്കുന്ന ഭാഷ ഏതാ? അറബിയാണ്. അറബിയിൽ ബൈബിളുണ്ട്. ഇപ്പം നമ്മുടെ കൗമിൽ വിവരമില്ലാത്ത കൗമിൽ വിശ്വസിച്ചാൽ അറബി എന്ന് പറഞ്ഞാൽ ഇതെന്തോ മുസ്ലിങ്ങളുടെ ഭാഷയാണ് എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ അറബി ഭാഷ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വസറഫ്ന ഫീഹി മിനൽ വഈദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ ഖുർആനിൽ ഒരുപാട് വഈദുകൾ, താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വസറഫ്ന എന്ന് പറഞ്ഞാൽ അതിൽ തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി പിന്നെ എന്താണ് പറയുക, താക്കീതുകളും അതുപോലെ തന്നെ മുന്നറിയിപ്പുകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യത്തഖൂൻ. ഈ താക്കീത് അല്ലാഹു ഖുർആനിൽ കൊടുത്തിരിക്കുന്നത് അവർ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഒരു ഉത്ബോധനം കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഔ അതല്ലെങ്കിൽ യുഹദിസു ലഹും ദിക്റ, അഹദസ യുഹദിസ് എന്ന് പറഞ്ഞാൽ പുതിയതായിക്കൊണ്ടുണ്ടാകുക. ദിക്റിന് അവിടെ രണ്ട് തഫ്സീർ ആണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഒരു പുതിയ ചിന്ത ഖുർആനെ സംബന്ധിച്ചുണ്ടാകുക, ഒരു ഓർമ്മ. ഖുർആനെ സംബന്ധിച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ചിന്ത എന്തുണ്ടാവും? ഉണ്ടാവും. അതല്ലെങ്കിൽ പുതിയൊരു ഉത്ബോധനം അവനെന്തുണ്ടാവും? ഉണ്ടാവും. അതെ, ഖുർആൻ ഇറക്കി അതൊരു ടോതി അവിടെ വെച്ച് അതിനുള്ളതാണ് ഖുർആൻ അല്ല. വീണ്ടും 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 ഖുർആൻ ഓതണം. വീണ്ടും വീണ്ടും ഓതുമ്പോൾ എന്താ ഉണ്ടാകുക? ആ വീണ്ടും വീണ്ടും അവൻ എന്തുണ്ടാവും? ഉത്ബോധനം കിട്ടും. വീണ്ടും വീണ്ടും ഖുർആനിൽ നിന്ന് എന്ത് ചെയ്യും? പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ പിന്നെ വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പിന്നെ ഹദീസിൽ കാണാം, ബല്യഗു അന്നി വലു ആയ, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ, റുബ്ബ സാമിഇൻ, എത്ര എത്ര കേൾക്കുന്നവനാണ്, ഔ ആമിൻ മുബൽ, അതായത് ഈ ചിലപ്പോൾ ഈ ആയത്ത് കേട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് പഠിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അത് പഠിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവനായിരിക്കും ചിലപ്പോൾ ഈ സംഗതി മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ സൂറത്ത് മുഅ്മിനൂനിൻ്റെ തുടക്കത്തിലുള്ള പിന്നെ അലഖ്, മുദ്അത്ത്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഓതിയതല്ലേ. അപ്പം ആ അലഖിൻ്റെ രൂപം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലോ അവരത് ഓതിയത്. പക്ഷെ ഇന്ന് നമുക്ക് അള്ളാഹു പറഞ്ഞ അലഖ് എന്താണ്, മുദ്അത്ത് എന്താണ്, മുഖല്ലഖത്ത് എന്താണെന്നൊക്കെ ശരിക്കും എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് സഹാബത്തിനേക്കാൾ ഖുർആൻ അറിയണം നമ്മളെന്നല്ല. ചില പരാമർശങ്ങൾ ചിലപ്പോൾ എന്തുണ്ടാവും? ഭാവിയിലുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ എന്തുണ്ടാകുക? അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക, ആ സാഹചര്യം ഉണ്ടാകുക, അവസരം ഉണ്ടാകുക. അതിൻ്റെ അർത്ഥം അവർക്ക് അവരുടേതായിട്ടൊരു ഇൽമുണ്ടാവും. അതാണ് ഔ യുഹദിസു ലഹും ദിക്റ എന്ന് പറഞ്ഞാൽ അവർക്ക് പുതിയ പുതിയ ഉത്ബോധനങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ, ചിന്തകൾ അവിടെ ലഭിക്കാൻ അവസരം ഉണ്ടാകും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ വഈദുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ദീന് തഖ്വ അവർക്കുണ്ടാകാൻ വേണ്ടിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ഔ യുഹദിസു ലഹും, ആ ഖുർആൻ അവർക്ക് പുതുക്കി കൊടുക്കും. എന്താണ് പുതുക്കി കൊടുക്കുക? ദിക്റൻ, ഉത്ബോധനം, അതല്ലെങ്കിൽ ചിന്ത. ഒരു ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിനെപ്പറ്റി ആഴ്ച ചിന്തിച്ചാൽ ഇന്നലെ അറിയാത്തൊരു കാര്യം ചിലപ്പോൾ എന്ത് ചെയ്യും? ആ ആയത്തിൽ നിന്ന് നമുക്കിന്ന് മനസ്സിലാവും. ഇനി കൂടുതൽ കൂടുതൽ ആയത്തിലേക്ക് ചിന്തിച്ചാൽ എന്തുണ്ടാവും? പുതിയ പുതിയ കാര്യങ്ങൾ. കാരണം അള്ളാഹിൻ്റെ കലാമല്ലേ. അള്ളാഹിൻ്റെ കലാമിന് വല്ല അറ്റമുണ്ടോ? എത്രയാണോ ചിന്തിക്കുന്നത് അത്രയും ആ ആയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്കെന്ത് ചെയ്യും? സാധിക്കും. അതാണ് ഇനി അടുത്ത ആയത്തിൽ അതിന് സൂചനകളുണ്ട്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, ഫതആലല്ലാഹ്, അള്ളാഹു ഏറ്റവും ഉന്നതനായിരിക്കുന്നു. അവൻ ആരാണ്? അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള രാജാവ് അവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് തന്നെ പറയാൻ, ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥത്തിൽ ഉള്ള രാജാവായ പടച്ചറബ് അവൻ അത്യുന്നതനായിരിക്കും. തആല എന്ന് പറഞ്ഞാൽ ഉലുവിലായി എന്നർത്ഥം. എന്നാൽ അള്ളാഹുവാണ് ഏറ്റവും മുകളിൽ. അള്ളാഹുവിൻ്റെ അപ്പുറത്ത് വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് വഅൻതൽ അവ്വലു ഫലൈസ ഖബലക ശൈഉൻ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ വഅൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ. അള്ളാഹുവിൻ്റെ ലാഹിർ
ലാഹിർ വൽ ബാത്തിൻ ഉണ്ടല്ലോ. അള്ളാഹു ലാഹിറാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഏറ്റവും മുകളിൽ. അള്ളാഹുവിൻ്റെ മുകളിൽ ഒന്നുമില്ല, മൊക്കൊക്കെ അള്ളാഹിൻ്റെ താഴെയാണ്. അതാണ് തആലല്ലാ എന്ന് പറയുന്നത്. സുബ്ഹാനഹു വ തആല നമ്മൾ പറയില്ലേ, സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ അവൻ പരിശുദ്ധനായിരിക്കും, തആല എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും ഉന്നതനായിരിക്കും. അതാണ് ഫതആലല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതനായിരിക്കുന്നു. അവൻ ആരാണ്? അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള രാജാവ് അവനാണ്. അതുകൊണ്ടാണ് പരലോകത്തുള്ള ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നാരുടെ കയ്യിലാണ് അധികാരം? ആരും ഉണ്ടൂല, എല്ലാ രാജാക്കന്മാരോടെ ഉണ്ടാവും. അള്ളാഹ് തന്നെ മറുപടി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അപ്പം ഏറ്റവും ഹക്കായ മലിക്ക് അവനാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഹക്ക് എന്നാണല്ലോ പറയിച്ച്, യഥാർത്ഥത്തിലുള്ള രാജാവ് അള്ളയാണ്. ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ താൽക്കാലികമാണ് അല്ലേ? അധികവും രാജ പദവി എങ്ങനെ കിട്ടല്? ഇങ്ങനെ കിട്ടല് അനന്തരമായിട്ട് കിട്ടലാണ് അധികം. ബാപ്പ രാജാവാണെങ്കിൽ മോന് രാജാവും, അതല്ലെങ്കിൽ എന്തു പറയും, യുദ്ധത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, രാജപദവി. പക്ഷെ അത് ശാശ്വതമായ ഒന്നല്ല, ഹക്കായ ഒന്നല്ല. ശരിക്ക് ഹക്കായ രാജാവ് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് മലിക്കുൽ അംലാക്ക്, രാജാക്കന്മാരുടെ രാജാവ് ആരാണ്? അള്ളാഹ്. അതാണ് ഷാഹിൻഷാ എന്ന് പറഞ്ഞത്. ഷാഹിൻഷാ അത് ആരുടെ പേരാണ്? അള്ളാഹുവിൻ്റെ പേരാണ്, രാജാക്കന്മാരുടെ രാജാവ്. പക്ഷെ നമ്മൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഷാഹിൻഷാ എന്നൊക്കെ പേരിടലുണ്ട്. അത് തെറ്റാണ്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹ് എന്നാണ്. രാജാക്കന്മാരുടെ രാജാവ് ആരാ? അള്ളയാണ്. പക്ഷെ എത്രയോ ഷാഹിൻഷമാരുണ്ട് നമ്മളെ കൗമിൽ തന്നെ. നമ്മളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഷാഹിൻഷാ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവ് എന്നർത്ഥം. അതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു എന്നൊരാൾക്ക് പേരിടാൻ പാടുണ്ടോ? പേരിടാൻ പാടില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും ഉന്നതനായവൻ. അവനാണ് ഏറ്റവും അർഹതയുള്ള ഹക്കായ മലിക്ക് അവനാണ്. ആ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. ഇതിന് അല്ലാഹ് പറയാണ്, വലാ തഅജൽ ബിൽ ഖുർആനി, നീ ധൃതി കാണിക്കാൻ പാടില്ല. വലാ തഅജൽ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നീ ധൃതി കാണിക്കാൻ പാടില്ല. മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യുഹു, ഈ വഹി പൂർണ്ണമായും താങ്കളിലേക്ക് നിർവഹിക്കപ്പെട്ട് കഴിയുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ധൃതി കാണിക്കണ്ട. ഇപ്പോൾ സൂറത്തുൽ ഖിയാമയിൽ കാണാം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരുമ്പോൾ ജിബ്രീൽ ഓതി കൊടുക്കുമല്ലോ. ജിബ്രീൽ ഓതി കൊടുക്കുമ്പോൾ അത് വേഗം ഹിഫ്ളാക്കാൻ വേണ്ടി നബി എന്ത് ചെയ്യും? ഇങ്ങനെ കുറച്ച് ഇടങ്ങേറാവും, അതായത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട്. അപ്പോൾ അവരെ അതിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിനെ പറ്റിയാണത് പറയുന്നത്. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, തഅജീൽ, ഖുർആൻ ഓതുന്ന വിഷയത്തിലും ഖുർആൻ ഒരു അനാവശ്യമായ ധൃതി നിങ്ങൾ കാണിക്കേണ്ടതില്ല. മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യു, താങ്കളിലേക്ക് ആ വഹ്യ് പൂർണ്ണമായിക്കൊണ്ടും ഖളാ ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പായി. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഖുർആൻ അള്ളാഹ് ഇറക്കി കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാകും. അത് അള്ളാഹ് ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? പോൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? തിരക്ക് കൂട്ടണ്ട. ഓതുന്ന വിഷയത്തിലും അതുപോലെ തന്നെ പിന്നെ ഈ ഖുർആൻ സ്വീകരിക്കുന്ന വിഷയത്തിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? തിരക്ക് കൂട്ടണ്ട. അതുകൊണ്ടാണ് ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വിശുദ്ധ ഖുർആൻ്റെ പിന്നെ ഓത്തും അങ്ങനെ തന്നെയാണ്. ചില ആൾക്കാർ കാണാൻ ഡ്രെന്ന് പറഞ്ഞ ഖുർആൻ ഓതണാണ്. അങ്ങനെ ഓതാൻ പാടില്ല. ഓരോ അക്ഷരങ്ങളും വെളിവാക്കി മനസ്സിലാക്കി ആ ആശയം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഓതേണ്ടത്. മനസ്സിലായില്ലേ? അക്ഷരസ്ഫുടതയില്ലാതെ ഓതാൻ പാടില്ല. പക്ഷേ നമ്മൾ സാധാരണ മരിച്ചോടത്ത് ഓതാറില്ലേ, യാസീൻ ഖുർആൻ മജീദ് അതിലെന്താന്ന് ഒരാ കേൾക്കണം മനസ്സിലാവില്ല, ഓതണം മനസ്സിലാവില്ല. അങ്ങനെ അതുകൊണ്ടാണ് വറത്തിലിൽ ഖുർആന തർത്തീല, അപ്പോഴേ കൂലിട്ടുള്ളൂ. ഓരോ അക്ഷരവും ഓരോ അക്ഷരമായി ഉച്ചരിക്കപ്പെട്ട് ഓതിയാൽ എന്തുണ്ടാവുള്ളൂ? കൂലി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? കൂലി ഉണ്ടാവില്ല. അതാണ് വലാ തഅജൽ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നീ ഒരിക്കലും ധൃതി കാണിക്കാൻ പാടില്ല. മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യു, താങ്കളിലേക്ക് വഹ്യ് പൂർണ്ണമായിക്കൊണ്ടും
നൽകപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് താങ്കൾ ഒരിക്കലും ഇതിനെ ധൃതി കാണിക്കാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ, അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഓതിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ ഭയങ്കരമായ ധൃതി കാണിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഅജൽ ബി ഖിറാഅത്തിഹി, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ധൃതി കാണിക്കാൻ പാടില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ, മഅനാഹു ലാ തഖറു അസ്ഹാബക ഫലാ തമുല്ലുഹു അലൈഹിം ഹത്താ യതബയ്യന ലക മആനി. ഇതും അതിൻ്റെ ഒരു ആശയത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഒന്ന് ഓതുന്ന വിഷയത്തിൽ ധൃതി കാണിക്കാൻ പാടില്ല. രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ, പഠിപ്പിക്കുന്ന വിഷയത്തിലും ധൃതി കാണിക്കാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തഅജൽ ബിൽ ഖുർആൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണമാണ്. അതായത് നബിക്ക് ഇറക്കപ്പെട്ട ഖുർആൻ ഉണ്ടല്ലോ, 23 കൊല്ലം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തത്, ഖുർആൻ ഇറക്കും. നിങ്ങൾ അത് ചിന്തിച്ച് നോക്കണം. ഒരാൾ രാവിലെ മുതൽ ഇരുന്ന് ഖുർആൻ പൂർണ്ണമായി കൊണ്ട് ഓതുകയാണെങ്കിൽ ഏകദേശം രാത്രി 12 മണിയാകുമ്പോഴേക്കും അയാൾക്ക് ഖുർആൻ പൂർണ്ണമായി കൊണ്ട് ഓതി തീർക്കാൻ കഴിയും. കാരണം സഹാബത്ത് ഓതിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം കൊണ്ട് ഓതിയിട്ടുണ്ട്, ഖത്ം തീർത്തിട്ടുണ്ട്. നമുക്കത് കഴിയും. അപ്പോൾ ഏകദേശം ഒരു ദിവസം കൊണ്ട് സാവധാനം ഓതിയാൽ തന്നെ ഓതി തീർക്കാവുന്ന ഖുർആൻ അള്ളാഹ് ഇറക്കിയത് എത്ര കൊല്ലം കൊണ്ടാണ്? 23 കൊല്ലം കൊണ്ടാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്ത പോലെ കൊടുത്തൂടെ? പക്ഷെ അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല, ഖുർആൻ്റെ വിഷയത്തിൽ ധൃതി കാണിച്ചിട്ടില്ല. അള്ളാഹു ഖുർആൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, തിരക്കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തിരക്കൂട്ടാൻ പാടില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നീ താങ്കളുടെ അനുയായികൾക്ക് ഓതിക്കൊടുക്കണം, അവരെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത് പറഞ്ഞ്, ഞങ്ങൾ ഖുർആൻ പഠിച്ചത് 10 ആയത്തായിട്ടാണ്. 10 ആയത്ത് പഠിക്കും. ആ 10 ആയത്ത് പഠിച്ചിട്ട് ആ 10 ആയത്തുള്ള അമലുകൾ ഞങ്ങൾ എന്ത് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, അടുത്ത 10 ആയത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. മനസ്സിലായില്ലേ? അപ്പം ഇതും ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. അതായത് ഒന്ന് പാരായണത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ധൃതി കാണിക്കാൻ പാടില്ല. രണ്ടാമത്തെ വിഷയത്തിൽ പഠിക്കുന്ന വിഷയത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, പഠിപ്പിക്കുന്ന വിഷയത്തിലും തിരക്കൂട്ടാൻ പാടില്ല. സാവധാനം പഠിപ്പിച്ചാൽ മതി. മഹാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ, ഇമാം ബുഖാരി കിതാബിൽ ഉദ്ധരിച്ച കാര്യമാണ്. അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ വ്യാഴാഴ്ച മാത്രമല്ലേ ക്ലാസ് എടുക്കണുള്ളൂ, നിങ്ങൾ കുറച്ചും കൂടി ദിവസം കൂട്ടിയാൽ എന്താവും, പിന്നെ 1-2 ദിവസം കൂടി എന്ത് ചെയ്യും, നിങ്ങൾ പിന്നെ അധികം ക്ലാസ് എടുത്താൽ നന്നാകും എന്ന് പറഞ്ഞു. നിങ്ങൾ 2-3 ദിവസം കൂടി എന്ത് ചെയ്യുക, കൂടുതൽ ക്ലാസ് എടുത്താൽ നന്നാവും. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ എന്താ അറിയോ, ആഴ്ചയിൽ 1 ദിവസം മതി. അങ്ങനെ നമ്മൾ ചില ആൾക്കാരുണ്ട്, ആവേശം കൂടിയിട്ട് നമുക്ക് 2 ദിവസം ക്ലാസ് ആക്കുക, 3 ദിവസം ക്ലാസ് ആക്കാന്ന് പറയും. അത് പാടില്ല. ആഴ്ചയിൽ ഒരിക്കേ പറ്റുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഖുർആൻ എന്ത് ചെയ്യാൻ പാടില്ല, ആളുകൾക്ക് മടുപ്പ് വരാൻ പാടില്ല. ക്ലാസ്സോട് ക്ലാസ്, അവസാനം ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്ക് എന്തുണ്ടാവും, ഒരു മടുപ്പ് വരാൻ പാടില്ല. ഇപ്പം ഈ റമദാനൊക്കെ ചില പള്ളിക്കൽ സുബൈക്കും ക്ലാസ്, പിന്നെ ളുഹറിനും ക്ലാസ്, മഗ്രിബിനും ക്ലാസ്, മഗ്രിബിന് ചിലപ്പോൾ ഇഫ്താറിന് 5 മിനിറ്റ് അപ്പളും ക്ലാസ്. അങ്ങനൊന്നും ക്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകയില്ല. നബിയൊക്കെ എന്ത് പറഞ്ഞാലും ആരും നീച്ച കൊടുന്ന് പോലോ. ഇത് നമ്മൾ മനസ്സിലാക്കണത് വെച്ചാൽ, അള്ളാഹിൻ്റെ ഖുർആൻ ആളുകൾക്കൊരു മടുപ്പ് ഉണ്ടാക്കണത് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അതും വലാ തഅജൽ ബിൽ ഖുർആൻ എന്നതിൻ്റെ തഫ്സീറിൽ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിം ഇമാം ഖത്താദയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് വലാ തമുല്ലുഹു അലൈഹിം, ആളുകൾക്കൊരു മടുപ്പുണ്ടാക്കരുത്. ആളുകൾക്ക് എന്ത് ചെയ്യണം, അതിലുള്ള ഹത്താ യതബയ്യന ലക മഅനി, അവരുടെ മാനകളൊക്കെ സാവധാനം എന്ത് ചെയ്യാതെ പറഞ്ഞു കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ ഒരു വിഷയം.
അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ഓതുന്ന വിഷയത്തിൽ ധൃതി കാണിക്കാൻ പാടില്ല. രണ്ടാമത്തത്, പഠിപ്പിക്കുന്ന വിഷയത്തിൽ ആളുകൾക്ക് മടുപ്പില്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം? അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. ഇനി അല്ലാഹ് പറയാണ്, വഖുൽ, നബിയെ നിങ്ങൾ പറയണം, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണം എന്ന് താങ്കൾ എന്ത് ചെയ്യണം? പറയണം. അപ്പം ഇൽമ വർദ്ധിപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ഡിതന്മാർ ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് വെച്ചാൽ, സിയാദത്ത് ആവശ്യപ്പെടാൻ വേണ്ടി, അതായത് എനിക്ക് വർദ്ധിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹ് പഠിപ്പിച്ച്, അള്ളാഹ് റസൂൽ പഠിപ്പിച്ച് ഏത് മാത്രമേ ഉള്ളൂ? ഇൽമു മാത്രമേ ഉള്ളൂ. സമ്പത്ത് നമുക്ക് ആവശ്യമാണ്, മക്കൾ ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷെ അതിലൊന്നും സിയാദത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സമ്പത്ത് ഒരാൾക്ക് ചോദിക്കണമെങ്കിൽ തെറ്റൊന്നുമില്ല, എനിക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കഷ്ടം. പക്ഷെ ഖുർആനിലുള്ള പ്രാർത്ഥനകൾ, അപ്പോൾ വർധനവിന് വേണ്ടി ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇൽമു മാത്രമാണ്. ഇൽമു കൊണ്ട് ഉദ്ദേശം ഇൽമു ശർഈയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമ്പത്തുണ്ടാകുന്നതിനേക്കാളും അതുപോലെ തന്നെ അധികാരം ലഭിക്കുന്നതിനേക്കാളും സന്താനങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ ഖൈർ ഒരാൾക്ക് ഉണ്ടാകുകയിലാണ്, ഇൽമിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യുക? അവൻ അള്ളാഹ് ഇൽമു കൊടുക്കുന്നവർ. സമ്പത്ത് കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ സൗന്ദര്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല ജോലി കൊടുക്കുന്നു, ഒന്നുമല്ല. അള്ളാഹു ഒരു മനുഷ്യന് പരലോകത്ത് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അവനെ ഇൽമുള്ളവനാക്കി മാറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് കിട്ടുന്ന ഇൽമ കൊണ്ട് കിട്ടുന്ന ഖൈർ മറ്റൊരു നിഅമത്തുകൾ കൊണ്ടും കിട്ടൂല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമ്പിയാക്കന്മാരിൽ അധികാരം കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. വലിയ സമ്പന്നതയിൽ ജീവിച്ച ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഉള്ള എല്ലാവർക്കും ഒരുപോലെയുള്ള എന്താണ്? ഇൽമാൻ. മറ്റുള്ളവരെക്കാളും അമ്പിയാക്കന്മാർ ശ്രേഷ്ഠരാകുന്നതും ഇൽമാൻ. മാത്രമല്ല, ഇൽമ ഒരു മനുഷ്യന് തടയപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫിത്ന. അപ്പം നമ്മളെല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുത്തഖബ്ബല. ഇത് പണ്ഡിതന്മാർ പറയും, ഈ മൂന്ന് കാര്യം പരസ്പരം കണക്റ്റഡാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ നിന്നോട് ഞാൻ ഇൽമുൻ നാഫിഅ ചോദിക്കുന്നു. ഇൽമുൻ നാഫിഅ എന്ന് പറഞ്ഞാൽ അമലുള്ള ഇൽമ്, അതാണ് ഇൽമുൻ നാഫിഅ. ഒരുപാട് ഇൽമ പഠിച്ച്, കിതാബൊക്കെ പഠിച്ച്, ഖുർആനും സുന്നത്തൊക്കെ പഠിച്ച് അവസാനം പഠിച്ചതൊന്നും അമലില്ലെങ്കിൽ ആ ഇൽമ എന്തല്ല? ഇബ്ലീസ് സാധാരണ ഇബ്ലീസ് വലിയ ആലിമാണല്ലോ, ഒനാരപ്പേനും മലക്കളുടെ കൂട്ടത്തിലല്ലേനോ. പക്ഷെ ഓൻ്റെ ഇൽമ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായോ? കിബറുണ്ടായി. ഇപ്പം നാഫിഅ ഇൽമ എന്ന് പറഞ്ഞാൽ അമലുള്ള ഇൽമാണ്. ഈ നാഫിഅ ഇൽമുണ്ടെങ്കിലേ റിസ്ഖും ത്വയ്യിബ് ഉണ്ടാവുള്ളൂ. കാരണം ഈ റിസ്ഖ് ത്വയ്യിബാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇൽമ വേണം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എൻ്റെ റിസ്ക് എനിക്ക് അനുവദിക്കപ്പെട്ട തന്നെയാണോ, അത് ശുബഹത്തുണ്ടോ, അത് ഹലാലാണോ ഹറാമാണോ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ഒരു ശർഈയായ ഇൽമ വേണം. ഈ ഇൽമ ഇല്ലെങ്കിൽ ഓൻ്റെ റിസ്ക്കിൽ എന്താവും? അപകടം പറ്റും. ഓനെ ഹലാലും ഹറാമും തീരുമാനിക്കാതെ, ഹലാലും ഹറാമും അറിയാതെ ഓൻ്റെ റിസ്ക് ഹറാമിൽ കലര് പോകും. ഹറാമിൽ റിസ്ക്കിൽ ഹറാമ് കലർന്നാൽ പിന്നെ എന്തുണ്ടാച്ചാൽ ഒരൊറ്റ അമലും എന്ത് ചെയ്യൂല, അള്ളാഹ് സ്വീകരിക്കും. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുത്തഖബ്ബല. എൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു മനുഷ്യന് ശരിക്കും ഇൽമ് ഉണ്ടാകണം. ഇനി നിങ്ങൾ ആലോചിക്കൂ, ഒരു മനുഷ്യൻ്റെ ഇൽമാണ്, ആ മനുഷ്യന് ആദരവ് കൊടുക്കുന്നതും ബഹുമാനം കൊടുക്കണം. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച നമ്മൾ മദ്രസ പഠിപ്പിച്ച ഉസ്താദന്മാരെ നമുക്കറിയാം ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ മദ്രസ 1-ാം ക്ലാസ്സിലും സ്കൂളിലൊക്കെ പഠിപ്പിച്ച മാഷന്മാരും ടീച്ചർമാരൊക്കെ ചെറിയൊരു ഓർമ്മയെങ്കിൽ നമുക്കുണ്ടാവും. അതേ സമയത്ത് നമുക്കന്നൊരു പനി ബാധിച്ച് വന്ന് നമുക്കാൾ ചികിത്സിച്ച ഡോക്ടർ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവുമോ?
നമ്മുടെ അതല്ല. അപ്പം നമുക്ക് ഇൽമ് തന്ന ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കുള്ളൂ. അതേത് ഇൽമാണെങ്കിലും, പ്രത്യേകിച്ചും മതപരമായ ഇൽമുകളാണെങ്കിൽ ഇന്നും ആളുകൾ ഓർക്കും. മാത്രവുമല്ല, ആളുകൾക്ക് അവരോട് എന്ത് ചെയ്യും, ഒരു ബഹുമാനവും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ദീന് പ്രത്യേകിച്ചും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ആദരവാണ്. മഹാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തവാഫ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ വലിയ അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗവർണർ തവാഫ് ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ അവിടെ? അപ്പോൾ ആരെ ഏൽപ്പിച്ച്? അവിടെ ഒരു ഇന്ന ആളെ മൗലനെ ഏൽപ്പിച്ചു. മൗല എന്ന് പറഞ്ഞാൽ മോചിതനായ അടിമൻ. ഒരു മോചിതനായ അടിമയാണോ നിങ്ങൾ അവിടെ ഒരു അധികാരം ഏൽപ്പിച്ച് ഗവർണർ സ്ഥാനം ഏൽപ്പിച്ച് പോന്നിട്ടുള്ളത്, ഇവിടെ ഉംറക്ക് പോന്നിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വെറും ഒരു മൗലല്ല, അദ്ദേഹം നല്ല ഫഖീഹാണ്. ഇസ്ലാമിൻ്റെ ഫറായിദിൻ്റെ വിഷയത്തിൽ നല്ല ആഴത്തിലുള്ള ആളാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹി യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമൻ, ഈ കിതാബ് കൊണ്ട് ചില ആളുകൾ അള്ളാഹു ഉയർത്തും, ഈ കിതാബ് കൊണ്ട് ചില ആളുകൾ അള്ളാഹു താഴ്ത്തുകയും ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് ഇൽമ് തന്നെയാണ്. ആ ഇൽമ് പഠിക്കാൻ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സലക ത്വരീഖൻ തമിസു ഫീ ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ജന്ന. ഒരാൾ ഇൽമ് പഠിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുള്ള സ്വർഗ്ഗത്തേക്ക് വഴി എങ്ങനെ എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹുവിൻ്റെ ദീന് ശരിക്ക് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗ്ഗത്തേക്ക് വഴി അള്ളാഹ് കിട്ടും, അള്ളാഹു അവനെ എളുപ്പമാക്കി കൊടുക്കും. മാത്രമല്ല, ഈ ഇൽമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മൾക്കൊക്കെ തൗഹീദാകുന്ന ഇൽമില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തേക്കാരം? നമുക്കിത് ഈ തൗഹീദും ശിർക്കും വേർതിരിച്ചുകൊണ്ടുള്ള ഇൽമ് അത് നമുക്ക് തന്നോണ്ടല്ലേ അല്ലേ? പച്ചയായി എത്ര ഭൗതികമായ ഇൽമുണ്ടായിട്ടും പിന്നെ പച്ചയായി ശിർക്ക് ചെയ്യുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഏറ്റവും വലിയ ഇൽമ ഏതാ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും വലിയ ഇൽമ. അതുകൊണ്ട് നബിയോട് ആദ്യം അത് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെ വേറെ ഏത് ഇൽമ അറിഞ്ഞിട്ടൊന്നുമില്ല. കാരണം പണ്ട് നമ്മളെ സ്കൂളിലൊക്കെ മറ്റേ ഒരു കഥ പഠിച്ചേന്, ഒരു തോണിക്കാരൻ്റെ കഥ, ഓർമ്മയില്ലേ? തോണിങ്ങത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി അറിയോ, പിന്നെ നിങ്ങൾ ജീവിതത്തിൻ്റെ ബോധ്യം പോയി. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അറിയോ, എന്നാൽ ബോധ്യം പോയി. പിന്നെ തോണി തുഴഞ്ഞിക്കുമ്പോൾ ഇപ്പോഴാണെന്ത്, കാറ്റടിച്ച് തോണി മറിയാൻ പോവാണ്. തോണിക്കാറ്റ് നിങ്ങൾക്ക് നീന്തലറിയോ? ഇല്ല, എന്നവന് മുഴുവൻ പൊയ്യാറ്. ഇതുപോലെ എല്ലാ ഇൽമും ഉണ്ട്. അവസാനം ആരാ സൃഷ്ടിച്ചതെന്ന് അള്ളാഹിനറിയോ? അറിയില്ല. എന്നാൽ ഈ ഇൽമുകൊണ്ടൊന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഇൽമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഇൽമ്. ആ ഇൽമ് അള്ളാഹിനോട് നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ചുകൊണ്ടേയിരിക്കണം. മരിക്കോളം പഠിച്ചാലും തീരൂല നമ്മുടെ ഇൽമ്. റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞു, വഖുർ റബ്ബി സിദ്നി ഇൽമ. നബിയെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? എനിക്ക് ഇൽമ് ഇനിയും പഠിച്ചവനെ കൂട്ടിക്കൊണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇൽമ് ഇനിയും കൂട്ടിത്തരാൻ അള്ളാഹു സുബ്ഹാനഹു അടുത്ത് ഇൽമുണ്ടെങ്കിൽ നമ്മളൊന്നും ഇപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. പക്ഷെ നമ്മളെ വിചാരം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പം എന്താ ഇനി പഠിക്കാൻ? നമ്മളൊക്കെ തേഞ്ഞില്ലേ? ചോദിച്ചാൽ മറുപടിയാണ് നമുക്കൊക്കെ. മനസ്സിലായില്ല? ഇപ്പം പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഒന്നും കിതാബൊന്നും നോക്കുന്നു വേണ്ട, ആണ്ട് പറയുന്നേ. അത് ഇൽമല്ല. ഇൽമുണ്ടായാൽ ഫിത്തന ഉണ്ടാവില്ല, വിനയം ഉണ്ടാവും. മാത്രമല്ല, ഇൽമുള്ള ആളുകളെ യഥാർത്ഥ ഇൽമുള്ള അറിവുള്ള ആളുകൾ എപ്പോഴും പക്വതയും അതുപോലെ തന്നെ ഇൽമും വിവേകവും ഉണ്ടാവും. ഈ പകുതി പഠിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, സാധാരണ മുറിവേദിന ആളെ കൊല്ലുന്ന പറഞ്ഞു, അത് ഇൽമിൻ്റെ വിഷയത്തിലുണ്ട്. ഇൽമിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സഹാബത്ത് ഒരു യാത്ര പോയപ്പോൾ ഒരു അസുഖം ബാധിച്ചല്ലോ. അയാൾക്ക് മുറിവ് പറ്റിയിരുന്നു, മാരകമായ മുറിവാണ്. അപ്പോൾ അയാൾക്ക് വലിയ അശുദ്ധിയായി, കുളിക്കേണ്ട അവസ്ഥ വന്നു. സഹാബത്ത് ആൾക്കാരോട് ചോദിച്ചു, കുളിക്കണം, എന്താ കുളിക്കണം? അയാൾ കുളിച്ചു. അയാൾ എന്ത് ചെയ്തു? മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത് തിരിച്ചു വന്നിട്ട് നബി കൊണ്ട് ചൂടായി, ദേഷ്യപ്പെട്ടു. വഇന്നമാ ശിഫാഉൽ അയ്യ അസ്സുആൽ. നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിൻ്റെ ചികിത്സ ചോദിക്കലാണ്. അറിയുന്നവരെന്ത് ചെയ്യണം? ചോദിക്കണം. അതെല്ലാം അറിയാതെ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ജീവൻ്റെ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്ന് റസൂൽ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം നമുക്ക് അറിയില്ലെങ്കിൽ, അതുകൊണ്ട് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നമുക്കൊരു കാര്യം ഇൽമില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചോദിച്ചു പഠിക്കണം. അത് ചെറിയ കുട്ടികളോടാണെങ്കിൽ പോലും. ഇപ്പം ഇമാം അഹമ്മദിൻ്റെ ശിഷ്യനാണ് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നും ഹദീസ് ആരെടുത്തിട്ടുണ്ട്?
ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എടുത്തിട്ടുണ്ട്. ഇമാം അഹമ്മദ് വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇമാം അബൂദാവൂദ്. പക്ഷെ അബൂദാവൂദിൽ നിന്നും ഇമാം അഹമ്മദ് എടുത്തിട്ടുണ്ട്, ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദീഉസ് സമാവാതി വൽ അർദ് എന്നുള്ള ആയത്തിൻ്റെ തഫ്സീർ എവിടുന്ന് കിട്ടിയറിയോ? കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഒരു ആറാബിയായ മനുഷ്യൻ പാട്ടാടിയപ്പം അപ്പോഴാ കിട്ടി. ഞാൻ വലിയ പണ്ഡിതനല്ലേ, ഞാൻ മൂപ്പരത്തുനിന്ന് എങ്ങനെ എടുക്കുക? പക്ഷെ ഇൽമ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എല്ലാ അഹ്ലു ബിദഅത്തിൻ്റെ അടുത്ത് ഇൽമ എടുക്കാൻ പാടില്ല, അത് വേറെ വിഷയമാണ്, അത് നമുക്ക് പിന്നെ പറയാം. പിന്നെ ഇൽമ എടുക്കേണ്ട ആൾക്കും ചില നിബന്ധനകളൊക്കെ ഉണ്ട്. മൂപ്പര് വലിയ പണ്ഡിതനല്ലേ, എന്താ പ്രസംഗം, അവിടെയൊക്കെ പോയിക്കാണ്ട് ചുവടുത്ത് അതൊക്കെ ഇങ്ങോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ദലാലത്തേക്ക് അവസാനം, അത് പിന്നെ പറയും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇൽമ് വലിപ്പ ചെറുപ്പം എന്തല്ല മാനദണ്ഡം അല്ല. ഞാൻ വലിയ ആളാണ്, പിന്നെ ഞാനിപ്പോൾ മൂപ്പരത്തെങ്കിലും എടുക്കുക, അത് മുഹദ്ദിഥീങ്ങളുടെ അടുക്കൽ, പിന്നെ മുഹദ്ദിഥീങ്ങളുടെ അടുക്കലും അല്ലെങ്കിൽ സഹാബത്തിൻ്റെ അടുക്കലും അങ്ങനത്തെ ഏർപ്പാടല്ല. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഞാൻ അവസാനിപ്പിക്കാൻ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ ചെറിയ കുട്ടിയാണല്ലോ, ചെറിയ കുട്ടിയായപ്പം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്ഥാനം ഉണ്ടായിരുന്നു. എനിക്കും 18 വയസ്സുള്ളൂ, ചെറിയ പ്രായമാണ്. അൻസാരികളും മുഹാജിറുകളും അടങ്ങുന്ന ഒരു അമീറിന് ശൂറ കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂടിയാലോചന സമിതി. ആ കൂടിയാലോചന സമിതിയിൽ ആരുണ്ടായിരുന്നു? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരണന്മാരിക്കണോടത്ത് എന്താ ഈ കുട്ടിക്ക് കാര്യം? അങ്ങനെ ചില സഹാബത്ത് ഉമർ റളിയല്ലാഹുവിനോട് പരാതി പറഞ്ഞു, നമ്മൾ ഈ അൻസാരികളും മുഹാജിറുകളുമായ വലിയ വലിയ പ്രായമുള്ള ആൾക്കാരിക്കണോടത്ത് ഈ ചെറിയ കുട്ടി ബിൻ അബ്ബാസ് അങ്ങനെ ഇരിക്കണം, അത് ശരിയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്താ ചോദ്യം? പിന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന ആയത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയുക? നിങ്ങൾ പറയും. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകന് മക്കം ഫത്ത് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? ദിക്റുകളും സുബ്ഹാനല്ലാഹൊക്കെ ചെല്ലണം. ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? റസൂലുള്ളാഹിൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ. ഇതാണ് പാണ്ഡങ്ങൾ വ്യത്യാസം ഉണ്ടോ? അതിനാണ് ഇബ്നു അബ്ബാസിന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? സുബ്ഹാനല്ലാഹ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കുന്നത്? ചെറിയൊരു കുട്ടിയായ ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ്റെ പ്രായം പോലും ഇല്ലാത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പം അതാണ് അത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൽമുണ്ട്, കിബറില്ല, വിനയം ഉണ്ടോണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പം ആ ഇൽമ് നമ്മൾ അള്ളാഹുവിൻ്റെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കണം. ഇൽമ ചോദിക്കുക മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഇൽമുകൾ നമ്മൾ പഠിക്കുമാണ് കേട്ടോ. വായനൊന്നും നമ്മൾ ആളുകൾ തീരെ ഇല്ല ഇപ്പോൾ. നമ്മുടെ മുൻഗാമികളൊക്കെ അമാനി മൂലയുടെ തഫ്സീറൊക്കെ വായിച്ച് തീർത്തിരുന്നു. ഇപ്പം അങ്ങനത്തെ ഏർപ്പാട് നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ തോണ്ടി വെള്ളം കാണൂല്ല, തോണ്ടലിട്ട് നിൽക്കില്ല, അറിയില്ലേ? ഇതന്നെ നമ്മൾ പണി. നിസ്കാരം കഴിഞ്ഞാൽ വാട്സപ്പ് തോണ്ടന്നെ. കുറച്ചൊക്കെ ഒരു ദിവസം ഒരു ഇൽമെങ്കിലും പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ അമലാക്കാൻ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു സുബ്ഹാനഹു നമ്മെല്ലാം തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.